അധർമ്മം വർദ്ധിക്കുന്നതിനാൽ പലരുടെയും സ്നേഹം തണുത്തു പോകുന്നു. ഈ വചനം നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ അടിവരയിട്ടിരുന്ന് എഴുതി വയ്ക്കുന്ന നല്ലതാണ്. കാരണം നമ്മളൊരു വ്യക്തിയെ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളെ സ്നേഹിക്കണമെന്നും വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കാൻ വേണ്ടിയാണ് ആ മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ തിന്മകളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ ആ സ്നേഹമില്ലാതാകും. തിന്മകൾ ചെയ്യുന്ന വ്യക്തികൾ ഓർത്തുകൊള്ളുക, ഈ മരിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഇങ്ങനെ തിന്മ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ സ്നേഹം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമ്മുടെ ഇടയിൽ നമ്മുടെ ആരും സ്നേഹിക്കാനില്ലാതെയാകുന്നു. അത് ഈ വചനം അതുകൊണ്ട് യാഥാർത്ഥ്യമാവുക. അധർമ്മം വർദ്ധിക്കുന്നതിനാൽ സ്നേഹം തണുത്തു പോവുകയാണ്. നമ്മൾ പലയിടങ്ങളിലും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം ഇങ്ങനെ തണുത്തുകൊണ്ടിരിക്കുക. പലരുടെ ഇടയിലും പല കുടുംബങ്ങളിലും സ്നേഹമില്ലാതായിക്കൊണ്ടിരിക്കുക, പല സ്ഥലങ്ങളിലും സ്നേഹമില്ലാതായിക്കൊണ്ടിരിക്കുക, പല സമൂഹങ്ങളിലും സ്നേഹമില്ലാതായിക്കൊണ്ടിരിക്കുക. കാരണം വേറെ ഒന്നുമല്ല, ഈ തിന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവരോട് പരസ്പരം കുറ്റം പറയുന്നു, പരസ്പരം എങ്ങനെ അവനെ താഴ്ത്തേക്കിടാൻ നോക്കുന്നു, അല്ലെങ്കിൽ വലിച്ചിടാൻ നോക്കുന്നു, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ എപ്പോഴും ഈ തിന്മകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്നേഹം തണുത്തു പോവുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഓർക്കുക, സ്നേഹം തണുക്കാനല്ല, സ്നേഹം ചൂട് പിടിക്കാനാണ് പരിശുദ്ധാത്മാവ് കടന്നു വരുന്നത്. ഈ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുമ്പോഴാണ് ആ വ്യക്തി ഇങ്ങനെ അധർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിന്റെ കൃപ നമ്മളില്ലാതെ വരുമ്പോഴാണ് സ്നേഹം ഇല്ലാതെ പോവുക. സ്നേഹത്തിന് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കുക, സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരാളെ കുറിച്ച് കുറ്റം പറയുമ്പോൾ, ഒരാളെ വലിച്ചു താഴെയിടുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ നമ്മൾ വായ ഉയർത്തുമ്പോൾ ഓർക്കുക, അവിടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ, സ്നേഹം തണുത്തു പോകുന്നുണ്ടോ? ഇതായിരിക്കണം നമ്മുടെ ചിന്ത. സ്നേഹം തണുത്തു പോകാതിരിക്കട്ടെ. സ്നേഹം ഇങ്ങനെ തണുത്തു പോയി കഴിയുമ്പോൾ നമുക്ക് ഓർക്കാം, ഈ സമൂഹത്തിൽ ഓരോ ദിവസവും ഈ പത്രവാർത്തകളിൽ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഈ സ്നേഹം തണുത്തു പോകുന്ന ഓരോരോ കാര്യങ്ങളാണ്. അപ്പൻ മകനെ കൊന്നു, അമ്മയെ കൊന്നു, മയക്കുമരുന്ന് ഉപയോഗിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾക്ക് വായിച്ചുകൊണ്ടിരിക്കുക. നമ്മളുടെ പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ ക്രിസ്തീയ വിശ്വാസം അനുസരിച്ച് സ്നേഹം തണുത്തു പോകാനല്ല, ചൂട് പിടിക്കാനാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം.